ഏഹ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 60 മുതൽ 67 വരെയുള്ള വാക്യങ്ങളും തുടർന്ന് 68 മുതൽ 71 വരെയുള്ള വചനങ്ങളും രണ്ടായിട്ട് വിഭജിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രണ്ടല്ല ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഈ പഠനം തുടർന്നു കൊണ്ട് പോകുന്നത്. അതിൽ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നതും പത്രോസ് കർത്താവിനോട് ചോദിക്കുന്നതുമായ 2 ചോദ്യങ്ങൾ ഈ ഭാഗത്തുണ്ട്. അതിലാദ്യത്തെ ചോദ്യം, കർത്താവ് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്നെ അനുഗമിച്ച ശിഷ്യന്മാരായിട്ടുള്ള 70 പേര്, അവരിലേറെ പേരും തിരികെ പോയി, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ ആദ്യം കാണുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്നത് പത്രോസ് കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. മലയാളം ബൈബിളിൽ ഈ നിന്നോട്, നീ എന്നുള്ള പ്രയോഗമൊക്കെ ഉണ്ട്. എന്നാൽ അത് ബഹുമാന സൂചകമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പത്രോസ് ചോദിക്കുന്നത് 68-ാം വാക്യത്തിലാണ്, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. ഇവിടെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? ഇതാണ് പത്രോസ് കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം. നമ്മുടെ റജിമോൻ പാസ്റ്റർ ഇന്ന് ക്ലാസ്സിൽ സംബന്ധിക്കുന്നുണ്ട്. ഞാൻ കണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എന്നോട് വ്യക്തിപരമായിട്ടുള്ള ഒരു മെസ്സേജിലാണോ അതോ വിളിച്ചപ്പോഴാണോ പറഞ്ഞത്, ഈ ഭാഗം തന്നെ ഈ ചോദ്യങ്ങൾ തന്നെ ഒരു വലിയ പഠനവും പ്രസംഗ വിഷയവുമാണ് എന്ന് പറയുകയുണ്ടായി. ആ ചോദ്യങ്ങൾ തന്നെ ഒരു വലിയ പഠന ഭാഗമാണ്. ഇവിടെ നമ്മൾ ഈ കർത്താവ് പറഞ്ഞ വാക്കുകൾ, നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒന്ന് ആവർത്തിച്ചോട്ടെ, ക്ഷമിക്കണം. കർത്താവ് പറയുന്നത്, കർത്താവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് അവർ പ്രതികരിച്ച് പിൻവാങ്ങി പോകാനുള്ള കാരണം ഇത് കഠിന വാക്ക് എന്നുള്ള ആ പ്രയോഗത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവും. ആർക്ക് ഇത് സഹിക്കാൻ പറ്റും? കഠിന വാക്കാണ് കർത്താവ് പറയാൻ. അപ്പോൾ സാധാരണ കർത്താവിനെ അനുഗമിക്കുന്ന ആളുകളൊക്കെ നമ്മൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ ജീവിതത്തെ സ്പർശിക്കുന്നതും അവർ തീരുമാനമെടുക്കേണ്ടതുമായ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യങ്ങൾ കർത്താവ് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ മർമ്മസ്ഥാനത്ത് കർത്താവിൻ്റെ വിരൽ വയ്ക്കുമ്പോൾ പലരും കർത്താവിനെ വിട്ടുപോകും. നമ്മൾ ചിന്തിച്ച ഒരു കാര്യമാണ്, എന്താ, നമ്മൾക്ക് ഇഷ്ടകരമായ കാര്യമാണെങ്കിൽ നമ്മൾക്ക് സഹിക്കുന്ന, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഇത് ആർക്ക് സഹിക്കാൻ പറ്റും? നമുക്ക് സഹിക്കാൻ പറ്റുന്നതാണെങ്കിൽ കർത്താവിനോട് കൂടെ നിൽക്കുക. നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ കൂടെ വരാൻ തയ്യാറില്ല. ആർക്ക് കേൾപ്പാൻ കഴിയും? ആർക്ക് കർത്താവിന്റെ വാക്കിനോട് ഉള്ള അവരുടെ പ്രതികരണം അതാണ്. ഞാൻ ഈ പ്രതികരണത്തെ സംബന്ധിച്ചുള്ള പഠനത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളിൽ ഇതിനൊരു പഠനം നടത്തി. ഏതാ? സുവിശേഷത്തോടുള്ള, ദൈവവചനത്തോടുള്ള പ്രതികരണം. 2-ാം അധ്യായത്തിൽ ആ ദൈവവചനത്തോടുള്ള പ്രതികരണം കണ്ടോ? അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടുവന്നാണ്. അവർ പത്രോസിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതാണ് ഏറ്റവും നല്ല പ്രതികരണം എന്ന് പറയുന്നത്. വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ദൈവാത്മാവിനാൽ നമ്മളോട് ഇടപെടുമ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, കർത്താവെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇനി നോക്കുക, 16-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ
16-ാം അധ്യായത്തിൽ തന്നെ അവിടെ വചനം കേൾക്കുന്നുണ്ട് ആ ഫിലിപ്പിയൻ ജയിലർ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നു പാടി ദൈവത്തെ സ്തുതിച്ചു. അത് മറ്റുള്ളവർ കേട്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസിന്റെ ശീലാസിന്റെയും സംസാരങ്ങൾ ശ്രദ്ധിച്ചിട്ട് ആ കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്ന ഏറ്റവും അനുകൂലമായ ഒരു പ്രതികരണം ഇതാണ്: സഹോദരന്മാരായ പുരുഷന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? എത്ര നല്ല ഒരു പ്രതികരണമാണെന്ന് നോക്കണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ റെഡിയാണ്, എന്നോട് പറഞ്ഞാൽ മതി. ഇനിയും 28-ാം അധ്യായത്തില് ഒരു ഭാഗത്ത് തന്നെ 2 പ്രയോഗം കാണാൻ പറ്റും. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 28-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ശ്രദ്ധിക്കുക. അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. കണ്ടോ? ചിലർ സമ്മതിച്ചു, ചിലരെ വിശ്വസിച്ചില്ല. നീ പറഞ്ഞതൊക്കെ ശരിയാണ്. ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. ഇത് ഏത് കാലഘട്ടത്തിലുമുള്ള പ്രതികരണമാണ്. ഞാൻ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടെ ചൂണ്ടിക്കാണിച്ച് ഞാൻ അവിടെ നിന്ന് മാറാം. 17-ാം അധ്യായത്തിൽ അരയോപകുന്നിലെ പൗലോസിന്റെ പ്രസംഗമാണ് ഏറ്റവും നമുക്കറിയാം. പൗലോസിന്റെ താത്വികമായ ഫിലോസഫിക്കൽ പ്രീച്ചിങ്, പൗലോസിന്റെ താത്വികമായ പ്രസംഗമാണ് ഈ 17-ാം അധ്യായത്തിൽ. അതൊക്കെ ദൈവം എന്ന് വെച്ചാൽ നമുക്ക് വേറെ പ്രത്യേകം ഇരുന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ കൂടിയപ്പോൾ ഇരുന്ന് ഡിസ്കസ് ചെയ്തതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് ചിന്തിക്കാം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അത്, ആ പ്രഭാഷണം. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടെ നടന്ന പ്രതികരണം ഒന്ന് നോക്കണം. ഞാൻ ആ വാക്യങ്ങളൊന്ന് പറയാം. 32-ാം വാക്യം: മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു. കണ്ടോ? മറ്റു ചിലർ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു. പിന്നെ 34-ാം വാക്യം: ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. കണ്ടോ? 3 തരം പ്രതികരണമാണ്. ഇത് നമ്മൾ ഓർക്കണം. നമ്മള് എവിടെ ദൈവവചനം പറഞ്ഞാലും ചിലർ പരിഹസിച്ചു എന്നാ പറയുന്നത്. ഞാൻ പറയട്ടെ, ഈ സുവിശേഷ പ്രസംഗം കേട്ടിട്ട് പരിഹസിക്കുന്നത്ര വേറെ ഒരു പ്രസംഗം കേട്ടിട്ട് ആളുകൾ ചെയ്യാറില്ല. ഒരു സത്യമായ കാര്യമല്ലേ? ഇപ്പൊ നമ്മളെ വെള്ളത്ത് പ്രസംഗിക്കുകയാണ്, യേശുക്രിസ്തു വരാൻ പോകുന്നു, സമയം അടുത്തിരിക്കുന്നു, കണ്ടോ, ലോക സംഭവങ്ങളൊക്കെ കണ്ടോ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് മാറി നിന്ന് ഇവര് തമ്മി പറഞ്ഞു ഇപ്പൊ വരും. മനസ്സിലായോ? പരിഹസിക്കുക. ഇദ്ദേഹം പറഞ്ഞിട്ട് എത്ര കാലമായി? 2000 കൊല്ലം കഴിഞ്ഞില്ലേ? പരിഹസിക്കുകയാണ്. ഇവിടെ പറഞ്ഞു കണ്ടോ, ഇവിടെ പൗലോസിന്റെ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, മരിച്ചവരുടെ പുനരുത്ഥാനം, പുനരുത്ഥിതരുടെ ന്യായവിധി. പുനരുത്ഥാനവും ന്യായവിധിയും ഇത് പൗലോസ് പറഞ്ഞു. ഇത് കേട്ടപ്പോഴെന്താ ചെയ്യുന്നേ? മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കേട്ടപ്പോൾ അവർ പരിഹസിച്ചു. അതാ പരിഹസിക്കാനുള്ള കാരണമുണ്ടായ. രണ്ടാമത്, വേറെ നല്ല ചില ആളുകളുണ്ട്, പറഞ്ഞതൊക്കെ നല്ലതാണ്, പക്ഷേ ഇത് കേൾക്കാനൊക്കെ ഇമ്പമാണ്, കൊള്ളാം, നിന്റെ പ്രസംഗം കൊള്ളാം, പിന്നെയും കേൾക്കാം. ഇത് ഫെസ്റ്റിവൽസൊക്കെ ചെയ്ത പരിപാടിയാ. ഈ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന വചനം കേട്ടപ്പോ ബെർനിക്കയും ഫെസ്തോസും കൂടെ ഇരുന്ന് പ്രസംഗം കേട്ട് പൗലോസിനോട് പറഞ്ഞേ, നിന്നെ ഇനിയും വിളിക്കാം, നിന്റെ പ്രസംഗം കേൾക്കാം. കേട്ടോ? വലിയ നല്ല പ്രസംഗമാണ്, ഇനിയും കേൾക്കാം. അയ്യോ ദൈവമേ, നല്ല പ്രസംഗം ഉപദേശി. എത്ര പേരാ! എനിക്കാണെങ്കിൽ ഒരുപാട് 100 കണക്കിന് അനുഭവമുണ്ട്. പലരും വന്ന് നമ്മുടെ ഈ വചന ശുശ്രൂഷ കഴിയുമ്പോൾ നമ്മുടെ അടുക്കൽ, എനിക്ക് ചിരിയും വരുന്നുണ്ട്, ക്ഷമിക്കണം, നമ്മുടെ അടുക്കൽ വന്നിട്ട് വചന ശുശ്രൂഷ കേൾക്കുകയാണോ, ബ്രദറുകാരുടെ പ്രസംഗം കേൾക്കണം. എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ടോന്നറിയോ? സാറിനെ പോലെയുള്ള
വിറകുകാരുടെ പ്രസംഗം വേണം കാര്യം അവർ വചനം നന്നായിട്ട് പ്രസംഗിക്കും. പ്രിയപ്പെട്ടവരെ, അവര് അപ്രീഷിയേറ്റ് ചെയ്യുന്നവരാണ്, പക്ഷേ ജീവിതത്തിൽ തീരുമാനമെടുക്കുന്നവരല്ല. ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രസംഗകനുണ്ട്. അദ്ദേഹം ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഒരാളിനോട് എപ്പോഴും സുവിശേഷം പറയുമായിരുന്നു, എപ്പോൾ കണ്ടാലും സുവിശേഷം പറയും. അപ്പൊ ഈ സുവിശേഷം കേട്ടിട്ട് ഉടനെ ഇദ്ദേഹം പറയും, ഇനി ചില കാര്യം കൂടെ നേരെയാകാനുണ്ട്. ഉപദേശി ഇപ്പൊ പറ്റുകയില്ല, ചില കാര്യം കൂടെ നേരെയാകാനുണ്ട്, പിന്നെ ഞാൻ വിശ്വസിച്ച് അംഗീകരിച്ചോ. വീണ്ടും ഇദ്ദേഹം കാണും, ദൈവദാസനെ ഇനിയും ചില കാര്യം കൂടെ നേരെയാകാനുണ്ട്. ഈ ആള് എപ്പോ സുവിശേഷം പറഞ്ഞാലും പറയുന്ന ഇതാണ്, ഞാൻ ശരിയായിക്കോളാം, ഇനിയും കുറച്ച് കാര്യം കൂടെ നേരെയാകാനുണ്ട്. ഇദ്ദേഹം ഒരു ദിവസം മരിച്ചിട്ട് അവിടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോഴാണ് ഈ ദൈവദാസൻ പറഞ്ഞ്, ഞാൻ എപ്പോ സുവിശേഷം പറഞ്ഞാലും ഇദ്ദേഹം പറയാറുണ്ടായിരുന്നു, ചില കാര്യം കൂടെ നേരെയാകാനുണ്ട്, ചില കാര്യം കൂടെ നേരെയാകാനുണ്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വടി പോലൊക്കെ നേരെയായല്ലോ എന്ന്. മനസ്സിലായോ? ആളിപ്പോ ഇരിക്കുക, വടി പോലങ്ങ് നേരെയായി, പക്ഷെ ആൾ ഇതുവരെ കർത്താവിനെ ജീവിതത്തിലേക്ക് അംഗീകരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് അവസരങ്ങളെ മാറ്റിവെക്കുന്നവരുടെ കാര്യമാണ്. ഒന്ന്, പരിഹാസികളാണ്. രണ്ട്, അവസരങ്ങളെ മാറ്റിവെക്കുന്നവർ. പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാം, നീ പറഞ്ഞത് നല്ല കാര്യം തന്നെ. മൂന്നാമത്തെ കൂട്ടർ, ദൈവത്തിന് സ്തോത്രം, അവരെയാണ് ദൈവത്തിന് വേണ്ടത്. അവരെക്കുറിച്ച് രണ്ട് പദങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന്, വിശ്വസിച്ചു എന്നുള്ളതും ചേർന്ന് നിന്നു എന്നുള്ളതും. വിശ്വസിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ചേർന്ന് നിൽക്കാനാ ബുദ്ധിമുട്ട് കേട്ടോ. ഇത് രണ്ടും ദൈവമക്കൾ മറന്നു പോകരുത്. എൻ്റെ ക്ലാസ്സിൽ ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ രണ്ട് കാര്യവും മറന്നു പോകരുത്. വിശ്വസിക്കണം. പൗലോസിന്റെ പ്രസംഗം കേട്ട് അവർ വിശ്വസിക്കുക മാത്രമല്ല, ചേരി മാറിയവര്. എന്താ, ഞങ്ങൾ ഇനി നിങ്ങളുടെ കൂടെ ഇല്ല, വിഗ്രഹങ്ങളെ സേവിക്കാൻ ഞങ്ങളില്ല, യേശുവിനെ വിട്ടൊരു ജീവിതം ഞങ്ങൾക്കില്ല. കണ്ടോ, അവരോട് ചേർന്ന് നിന്നു. അത് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക, തങ്ങൾ ആരാണെന്നും ഏത് ചേരിയിലാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യമായി, നാം വിശ്വസിച്ചു, എന്നാൽ നാം ഏത് ചേരിയിലാണ് എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ വളരെ അത്യാവശ്യമാണ്. അവിടെ മാന്യ സ്ത്രീകളുടെ കാര്യമൊക്കെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ മടങ്ങി വരട്ടെ. അപ്പോൾ ദൈവവചനത്തോടുള്ള പ്രതികരണത്തിൽ നല്ലൊരു പങ്കാളുകൾ കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ അത് കഠിനവാക്കാണ്, ഇത് ആർക്ക് കേട്ടു നിൽക്കുവാൻ കഴിയും എന്ന് പറഞ്ഞ് ഒരു നല്ല ഭാഗം പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ കണ്ടു. എന്നാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച ഒരു കാര്യമാണ്, പിതാവ് പുത്രന് കൊടുക്കുന്നവർ, രണ്ട്, പിതാവ് ആകർഷിക്കുന്നവർ, മൂന്ന്, പിതാവ് കൃപ നൽകുന്നവർ. ഇവർക്ക് മാത്രമേ കർത്താവിൻ്റെ അടുക്കൽ വരാൻ സാധിക്കുകയുള്ളൂ. ഞാനത് അത്രയും ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് അതത്രയും പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, കർത്താവ് അവരെ ടെസ്റ്റ് ചെയ്യുകയാണ്. ആരെ? ഈ കൂടെ കർത്താവിനെ മറ്റവർ വിട്ടുപോയിട്ടും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരെ കർത്താവ് ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. എന്താ ടെസ്റ്റ്? നിങ്ങൾക്കും 67-ാം വാക്യം, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ വേഗം പറയട്ടെ, ഇന്ന് നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കണം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കും. പത്രോസ് അപ്പോൾ പറയുന്ന ഒരു മറുപടിയാണ്, ഒരു ചോദ്യരൂപേണയുള്ള ഒരു മറുപടിയാണ്. എന്താ? ഞങ്ങള് കർത്താവെ, ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എങ്ങോട്ട് പോകാൻ?
ആരുടെ അടുക്കൽ, ആ വാക്ക ശരി, ഞങ്ങള് ആരുടെ അടുക്കൽ പോകാനാ? എന്നിട്ട് അടുത്ത് പറയുന്ന ആ അടുത്ത വചനം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. 69-ാം വാക്യത്തിൽ നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്നും ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഞങ്ങൾ ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവേ, ഞങ്ങൾക്ക് നിന്നെ വിട്ട് എങ്ങോട്ടും പോകുവാൻ കഴിയില്ല. അതിന്റെ കാരണം അവിടുത്തെ പക്കലാണ് നിത്യജീവന്റെ വചനങ്ങളുണ്ട് ഉള്ളത്. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, നിങ്ങൾ എൻ്റെ കൂടെ സമ്മതിക്കും. കാര്യം ഇത്രയും കാലമായി നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ കേട്ട് വചനം ഉൾക്കൊണ്ടവരാണ്, അനേക ദൈവവചനം സ്വയമായി പഠിക്കുന്നവരാണ്. നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? രോഗസൗഖ്യം തരുന്നത് കൊണ്ടാണ്, നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കൊണ്ടാണ്, നമ്മുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നത് കൊണ്ടാണ്, നമ്മൾക്ക് ഭൗതികമായ നന്മകൾ നൽകുന്നത് കൊണ്ടാണ് നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതിന്റെ കാരണം എന്താ? പത്രോസിനെ പോലെ നെഞ്ചത്ത് കൈവച്ച് എത്ര പേർക്ക് പറയാൻ പറ്റും, വചനം അവിടുത്തെ പക്കല, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങേ വിട്ടു പോകാൻ പറ്റുകയില്ല. കർത്താവെ, അങ്ങയുടെ പക്കൽ നിന്ന് കിട്ടുന്ന ഈ വചനം വേറെ ഒരിടത്തും കിട്ടുകയില്ല. ഞങ്ങൾ എവിടെ ചെന്നാലും, ആരുടെ അടുക്കൽ പോയാലും, എത്ര വലിയ മഹാപണ്ഡിതന്റെ അടുക്കൽ പോയാലും അവരുടെ പക്കൽ നിന്ന് അങ്ങ് പറയുന്ന വചനം ഞങ്ങൾക്ക് കിട്ടുകയില്ല. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് കിട്ടുകയില്ല. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ പക്കൽ നിത്യജീവന്റെ ഈ വചനങ്ങൾ ഉള്ളത് കൊണ്ടാണോ നമ്മൾ കർത്താവിനെ വിട്ടുപോകാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നത്? അതോ ഈ ലോകത്തിലെ ഭൗതികമായ ചില നന്മകളൊക്കെ നേടാൻ വേണ്ടിയാണ്? കൈകൂപ്പി ഞാൻ ചോദിക്കുകയാണ്. ഇതിന് നമ്മൾ ഉത്തരം നൽകും. പത്രോസ് എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട മനുഷ്യൻ, കടലിനോട് മല്ലടിച്ച് ജീവിച്ച ആ മനുഷ്യൻ, ജീവിത സന്ധാരണം നടത്തിയ, വേണ്ട അക്ഷരാഭ്യാസം പോലും ഇല്ലാതിരുന്ന ആ മനുഷ്യൻ കർത്താവിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് അങ്ങേ വിട്ടു പോകാൻ കഴിയില്ല, കാരണം അവിടുത്തെ പക്കൽ ഞങ്ങൾക്ക് വേണ്ട വചനമുണ്ട്. കേട്ടോ, ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവജനം മനസ്സിലാക്കണം. നമ്മൾ എത്ര മണിക്കൂർ നമ്മുടെ കർത്താവിൻ്റെ കാൽക്കലിരുന്ന്, ആ തൃക്കാൽക്കലിരുന്ന്, ആവർത്തന പുസ്തകത്തിൽ അങ്ങനെയാ പറയുന്നത്, ആ തൃക്കാൽക്കലിരുന്ന് ദൈവവചനം നമ്മൾ പഠിച്ചാലും നമ്മൾക്ക് ഒരു മടുപ്പും തോന്നുകയില്ല, നമുക്ക് വിരസത ഉണ്ടാവുകയില്ല. ദൈവമക്കളെ, കർത്താവിന്റെ പക്കൽ നിത്യജീവന്റെ മൊഴികളുണ്ട്, വചനമുണ്ട്. ഇവിടെ നമ്മൾ സാധാരണ ഈ മൊഴികൾ എന്നുള്ള ആ വാക്ക് പറഞ്ഞ് ശീലിച്ചത് കൊണ്ടാണ്, ആ പാട്ടുള്ളത് കൊണ്ടാണ്. നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങ് പോയി വസിക്കും. ഈ പാട്ട് നമുക്കറിയാം. അതുകൊണ്ട് നിത്യജീവന്റെ മൊഴികൾ എന്ന് നമ്മൾ, ആ മൊഴികൾ എന്നുള്ളത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നിത്യജീവന്റെ വചനങ്ങൾ അവിടുത്തെ പക്കൽ ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങേ വിട്ട് ഞങ്ങൾക്ക് പോകാൻ സാധിക്കുകയില്ല. നമുക്കൊന്ന് തുടർന്ന് നോക്കാം. അവിടെ പറയുന്നത്, ഞങ്ങൾ അങ്ങേ വിട്ടുപോകാത്തതിന്റെ കാരണം എന്താണ്? അവിടുന്ന് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞാൻ അറിയുന്നു. ഞാനെന്നല്ല, ഞങ്ങൾ കണ്ടും വിശ്വസിച്ചും ഇരിക്കുന്നു. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന്. വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു. ഇവിടെ യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ പരിശുദ്ധൻ, ഞാൻ വേഗം പറഞ്ഞു പോകാം. ഈ പത്രോസ് കർത്താവിനെ ഏറ്റുപറയുന്നതിൻ്റെ, ആ ഏറ്റുപറച്ചിലിന്റെ ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. അത് വികസിച്ചു വരുന്നുണ്ട്. കർത്താവിന്റെ കൂടെ നടന്ന് ക്രമേണ
താൻ യേശുവിനെ കൂടുതൽ അറിഞ്ഞപ്പോൾ, ഇവിടെ പറഞ്ഞ വാക്ക് കർത്താവിനെ കൂടുതൽ അറിഞ്ഞപ്പോൾ, അത് ഈ അറിഞ്ഞെന്ന് പറയുന്നത് കേവലം ബുദ്ധിപരമായ അറിവല്ല, പിതാവിനാലുള്ള വെളിപാടുകൂടെയാണ്. അങ്ങനെ കർത്താവിനെ കൂടുതൽ കൂടുതൽ അറിഞ്ഞപ്പോൾ ക്രമാനുഗതമായി യേശുക്രിസ്തു ആരാണെന്നുള്ള അറിവ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഒരു കാര്യം ഒന്ന് ഇതിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ പത്രോസിന്റെ ഏറ്റുപറച്ചിലിന്റെ ഡെവലപ്മെന്റ്സിലേക്ക് വരാം. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ ഒരു പുരുഷായുസ് കൊണ്ടോ യേശുവിനെ അറിഞ്ഞു തീർക്കാൻ കഴിയില്ല. യേശുവിനെ പൂർണ്ണമായി അറിഞ്ഞ ഒരൊറ്റ വ്യക്തിയും ലോകത്തിലില്ല. കേട്ടോ, നമ്മൾ പലപ്പോഴും ഈ അല്പത്തിൽ അഹങ്കരിക്കുന്ന ഒരു പതിവ് മനുഷ്യന് പലർക്കും ഉണ്ട്, പ്രത്യേകിച്ചും അവരുടെ അറിവിനോട് ബന്ധപ്പെട്ട്. നമ്മൾ കർത്താവിനെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ്, ആദ്യകാലത്തൊക്കെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ദൈവജനവുമായിട്ട് അത് പങ്കുവെച്ച് ചില ശുശ്രൂഷകളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഈ പിശാച് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന ഒരു വലിയ തെറ്റായ കാര്യമുണ്ട്. എനിക്ക് ചിലതൊക്കെ കഴിയും, എനിക്ക് ചിലതൊക്കെ അറിയാം. കേട്ടോ, എന്നെ കൊണ്ട് ചിലതൊക്കെ സാധിക്കും, ഇതെടുത്ത് ദൂരെ കളഞ്ഞോണം. ഇങ്ങനെയുള്ള ഒരു ചിന്ത വരികയാണോ, അപ്പോഴേ കർത്താവിനെ അറിഞ്ഞു തീർത്തവർ ആരുമില്ല. ഞാൻ ആ പഠനത്തിലേക്ക് ഇപ്പൊ തിരിയുന്നില്ല. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലൊക്കെ അതുണ്ട്, ഞാൻ അവിടോട്ട് തിരിയുന്നേ ഇല്ല. കേട്ടോ, മടങ്ങി വരട്ടെ. നമ്മുടെ കർത്താവിനെ അറിഞ്ഞു തീർത്തവർ ആരും ഇവിടെ ഇല്ല. ഈ പത്രോസിന്റെ ഏറ്റുപറച്ചിൽ, കൺഫെഷൻ ഓഫ് പീറ്റർ, പത്രോസിന്റെ കൺഫെഷന്റെ ആ ഡെവലപ്മെന്റ് ഒന്ന് നോക്കാം നമുക്ക്. മത്തായി സുവിശേഷം 14-ാം അധ്യായം ആദ്യം യേശു ക്രിസ്തുവിനെ പത്രോസ് ഏറ്റു പറയുന്നത് 14-ാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി 14-ലാണ് ആദ്യത്തെ സന്ദർഭം. മത്തായി 14-33 ഒന്ന് വായിച്ചാട്ടെ. ആദ്യം എടുക്കുന്നു. പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു. നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ അവനെ നമസ്കരിച്ചു. 33-ാം വാക്യമാണ് അല്ലേ? അതെ. ഉള്ളവർ പത്രോസിനോട് കർത്താവ് കൈനീട്ടി പിടിച്ചിട്ട് അവനോട് വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണ്, അവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് 31-ാം വാക്യത്തിൽ. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞു. കണ്ടോ, ഇത് ശിഷ്യന്മാരെല്ലാവരും ഉള്ള സന്ദർഭമാണ്. കർത്താവിനെ അവരേറ്റു പറയാണ്, എല്ലാവരും ചേർന്ന് പറയുകയാണ്, നീ ദൈവപുത്രൻ സത്യം എന്ന് ഏറ്റുപറഞ്ഞു. ഇനി നോക്കുക, 6-ാം അധ്യായം, നമ്മുടെ ഇപ്പോഴത്തെ പഠന ഭാഗമായ 6-ാം അധ്യായത്തിന്റെ 69-ാം വാക്യം നോക്കിയേ. അവിടെ എന്താ? ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പത്രോസിന്റെ ആ കർത്താവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിന്റെ അറിവിന്റെ ഡെവലപ്മെന്റ് കണ്ടോ? എന്താ ഇപ്പൊ പറയുന്നത്? നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു. കേട്ടോ, ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞു അന്ന്. ഇപ്പൊ പറയാണ്, കർത്താവിനെ കുറിച്ച് പറയുകയാണ്, അവിടുന്ന് ദൈവത്തിന്റെ പരിശുദ്ധൻ സത്യം എന്ന് പറഞ്ഞു. ഈ ഇംഗ്ലീഷിലൊരു സ്വല്പം വ്യത്യാസമില്ലേ? ഒന്ന് നോക്കിയേ, 69-ാം വാക്യം ഇംഗ്ലീഷിലൊന്ന് നോക്കിയേ. And we believe and are sure that thou art the Christ, the Son of the living God. ജീവനുള്ള ദൈവത്തിന്റെ പരിശുദ്ധൻ. ആ ജീവനുള്ള ദൈവം എന്നുള്ളത് എവിടെ ഇല്ല? മലയാളത്തിലില്ല. ദ ലിവിങ് ഗാഡ്. അത് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. പത്രോസ് പറഞ്ഞത്, നീ ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ പരിശുദ്ധനാണ് എന്നാണ് പത്രോസ് ഏറ്റു പറഞ്ഞത്. ദ സൺ ഓഫ് ദ ലിവിങ്
ഗോഡ്, ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്നാണ്. ഇനി മൂന്നാമത് പത്രോസിന്റെ ആ ഏറ്റുപറച്ചിന്റെ ഡെവലപ്മെന്റ്സിൽ മൂന്നാമത്തത് ഏറ്റവും ഉയർന്ന തലത്തിൽ പറയുന്നത് നോക്കുക. മത്തായി 16:16. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആദ്യം പറഞ്ഞത് നീ ദൈവത്തിന്റെ പുത്രനാണ്, സത്യം, നീ ദൈവപുത്രൻ സത്യം. രണ്ടാമത് പറയുന്നു, സിനഗോഗിൽ വെച്ച് പറയുന്നു, അവിടുന്ന് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറയുന്നു. ഇനിയും 16-ാം അധ്യായത്തിൽ വരുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് ഏറ്റുപറയുകയാണ്. ഈ മൂന്ന് സ്ഥാനത്തും പത്രോസ് ഉൾപ്പെടെയാണ് ആദ്യം പറയുന്നത്. തുടർന്ന് 2 ഭാഗത്തും പത്രോസ് മാത്രമാണ് പറയുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന് കർത്താവിനെ ഏറ്റുപറയുകയാണ്. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് അറിഞ്ഞും വിശ്വസിച്ചു. ഗ്രീക്കിലും അങ്ങനെ തന്നെയാണ്, മലയാളത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഗ്രീക്കിലും കൊടുത്തിരിക്കുന്നത്. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ഇവിടെ എല്ലാം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാന പ്രയോഗം ഇവിടെ നമ്മുടെ മലയാളം ബൈബിളിൽ 6-ാം അധ്യായത്തിലില്ല. ദ ലിവിങ് ഗോഡ് എന്നുള്ളതാണ്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്നുള്ളതാണ്. യഹൂദന്മാർ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിരുന്ന ദൈവനാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് ജീവനുള്ള ദൈവം എന്നുള്ളത്. ജീവനുള്ള ദൈവം. ഞാനത് ഒരു വാചകത്തിൽ പറയാനേ നിവർത്തിയുള്ളൂ. 135-ാം സങ്കീർത്തനത്തിലും 115-ാം സങ്കീർത്തനത്തിലും ശ്രദ്ധിച്ചാൽ ജാതികളുടെ ദൈവത്തെ കുറിച്ച് പറയുന്നുണ്ട്. ജാതികളുടെ ദൈവവും സത്യ ഇസ്രായേലിന്റെ ദൈവം അവര് പറയുന്നത് എന്താ? ജാതികളുടെ ദൈവം വിഗ്രഹങ്ങളാണ്, മണ്ണുകൊണ്ടുള്ളതാണ്, മരം കൊണ്ടുള്ളതാണ്, പൊന്നുകൊണ്ടുള്ളതാണ്. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ പറയട്ടെ, ഈ അഖിലാണ്ടത്തിൽ, ഈ വലിയ പ്രപഞ്ചത്തിൽ ജീവനുള്ള ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം ജീവനുണ്ടായിരുന്നവനാണ്, ഇന്ന് ജീവിക്കുന്നവനാണ്, നാളെ തുടർന്നും ജീവിക്കുന്നവനാണ്. ആ ദൈവമാണ് സത്യദൈവം, ഏക സത്യദൈവം. മറ്റു ദൈവങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ഗണത്തിൽപ്പെടുകയില്ല. പത്രോസ് പറയുകയാണ്, ആ ദൈവത്തിന്റെ പുത്രനാണ് അങ്ങ് എന്ന് പറഞ്ഞാൽ ആരംഭമില്ലാത്ത, അവസാനമില്ലാത്ത, ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഏക സത്യ ദൈവത്തിന്റെ ഏകപുത്രനാണ് യേശുക്രിസ്തു. ആ കർത്താവിന് ആരംഭമില്ല, ആ കർത്താവിന് അവസാനമില്ല. ഞാൻ ഇങ്ങനെ പറയാനേ നിവർത്തിയുള്ളൂ. സമയം പാലിക്കാൻ വേണ്ടിയാണ്, സമയം പരിമിതപ്പെടുത്താൻ വേണ്ടിയാണ്. വെളിപാട് പുസ്തകമൊക്കെ എന്താ പറയുന്നത്? അൽഫ ആൻഡ് ഒമേഗ, അൽഫയും ഒമേഗയും, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ ആരംഭവും അവസാനവുമാണ്. ഇത് അവകാശപ്പെടാൻ കഴിയുന്ന ഏക ദൈവം പിതാവായ ദൈവമാണ്. ഇത് അവകാശപ്പെടുവാൻ കഴിയുന്ന ഏക ദൈവം കർത്താവായ യേശുക്രിസ്തുവാണ്. പത്രോസ് അതാണ് ഇവിടെ ഏറ്റുപറയുന്നത്. അവിടുന്ന് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. നമുക്ക് ഈ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ആ ജീവനുള്ള ദൈവം എന്ന് ചേർത്ത് തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകാം.
കേട്ടോ. അത് വിശദീകരിക്കാൻ നിന്നാൽ ഇന്നും നമ്മുടെ ഈ അധ്യായം തീരത്തില്ല. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കത്തില്ല. 42 സങ്കീർത്തനത്തിന്റെ 2 വാക്യം, അതൊരു മനുഷ്യന്റെ ദാഹത്തോട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഏതൊരു വ്യക്തിയും ദാഹിക്കേണ്ടത്, വാഞ്ചിക്കേണ്ടത് ദൈവത്തെ അല്ല, കേട്ടോ. ദൈവത്തെ അല്ല മനുഷ്യന് ആവശ്യം, ജീവനുള്ള ദൈവത്തെയാണ് ആവശ്യം. എന്റെ ഉള്ളം ദൈവത്തിനായി, കോരപുത്രന്മാർ പറയുക, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഇനി 84 സങ്കീർത്തനത്തിന്റെ 2 വാക്യത്തിൽ ഇതുണ്ട്. എന്താ? എന്റെ ഉള്ളം യഹോവയുടെ പ്രകാരങ്ങളെ വാഞ്ചിച്ചു മോഹിക്കുന്നു. യഹോവയുടെ പ്രാകാരങ്ങളെ, ജീവനുള്ള ദൈവത്തിന്റെ സന്നിധി, ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുക. ജീവനുള്ള ദൈവത്തെയാണ് മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത്. രണ്ടാമത്, നമ്മളിപ്പോൾ വായിച്ച ഈ പത്രോസിന്റെ സാക്ഷ്യം, ഒരു വ്യക്തിയുടെ ദൈവിക ബന്ധം, ദ ഡിവൈൻ റിലേഷൻഷിപ്പ്. ആരോടാണ് ഒരു വ്യക്തിക്ക് ബന്ധമുണ്ടാകേണ്ടത്? മനുഷ്യന്റെ ആത്മീക ജീവിതത്തിന് അർത്ഥം തരുന്ന, അല്ലെങ്കിൽ നിത്യജീവൻ നൽകുന്ന ബാന്ധവത്തിലേക്ക് വരേണ്ട, അല്ലെങ്കിൽ ആ ബന്ധത്തോട് മനുഷ്യൻ ചേർന്ന് നിൽക്കേണ്ടതിന് ഏതു വിധത്തിലുള്ള ഒരു ദൈവത്തെയാണ് നമുക്ക് ആവശ്യം? ദൈവം എന്നുള്ള ആ പദത്തോട് ചേർത്ത്, ജീവനുള്ള ദൈവം എന്ന് ചേർത്ത് നമുക്ക് ചിന്തിക്കാം. മത്തായി 16:16 എന്താ? പത്രോസ് പറയുകയാണ്, എന്താ? അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. ഞാൻ ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. 2, എനിക്ക് ആ ദൈവത്തിന്റെ പുത്രൻ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ, ആ പുത്രനാണ് എനിക്ക് എന്ത് തരുന്നത്? നിത്യജീവൻ നൽകുന്നത്. യോഹന്നാൻ 6:69 അതിനോട് ചേർത്ത് വയ്ക്കാം. 2 കൊരിന്ത്യർ 3 വാക്യം ഇത് ഈ ആശയത്തോട് ചേർത്തൊന്ന് വായിച്ചു പോകാം. 2 കൊരിന്ത്യർ 3:3. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിന്റെ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ, സാക്ഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ്. ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ്, പിതൃപുത്ര പരിശുദ്ധാത്മാവ്. ജീവനുള്ള ദൈവത്തോട് ചേർത്താണ് ഈ 3 ആളത്വങ്ങളെയും പരിചയപ്പെടുത്തി തരുന്നത്. ഈ തൃത്വത്തെ കുറിച്ച് ഇപ്പോൾ നമ്മുടെ ഫിജറയിലെ ക്ലാസ്സിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വാക്യം വളരെ പ്രധാനമാണ്. ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ്. ഈ 3 ആളത്വങ്ങളും സമത്വം അഥവാ തുല്യമായ വ്യക്തിത്വങ്ങളാണ്, ആളത്വങ്ങളാണ്. 3, ദൈവത്തിന്റെ ദൈവികമായ സ്വത്ത്, അതിനോട് ബന്ധപ്പെടുത്തി ഡിവൈൻ പൊസഷൻ. ജീവനുള്ള ദൈവത്തെ നമ്മൾ കാണുന്ന ഒരു ഭാഗം 2 കൊരിന്ത്യർ 6 16 വാക്യം വിശദീകരിക്കാൻ നിവൃത്തിയില്ല. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. നമ്മൾ ആരുടെ വകയാണ്? നമ്മൾ ആരുടെ വകയാണ്? നമ്മൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. എന്റെ പ്രിയരെ, ഇതൊക്കെ അങ്ങോട്ട് വിശദീകരിക്കാൻ നിന്നാൽ ക്ലാസ് എവിടെ നിൽക്കുകയില്ല, കേട്ടോ. ജീവനുള്ള ദൈവം, ഈ ദൈവം എവിടെ ഇരിക്കുന്നെന്ന്? ജീവനുള്ള ദൈവം നമ്മിൽ വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആരുടെ വകയാണ്? ജീവനുള്ള ദൈവത്തിന്റെ വകയാണ്. 1 തീമോഥെയോസ് 3 വാക്യം വായിക്കണ്ട, എഴുതിയിട്ടാ മതി. എബ്രായ ലേഖനം 12 22 വാക്യം. ഇവിടെയൊക്കെ ഈ ജീവനുള്ള ദൈവത്തിന്റെ എന്ന് ചേർത്ത്
നമ്മളുടെ അവകാശങ്ങളെ ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. ഇനി വിശ്വാസി സേവിക്കുന്നത് ആരെയാണ്? നമ്മൾ സേവിക്കുന്നത് ആരെയാണ്? സേവിക്കുക എന്ന് പറഞ്ഞാൽ ആരാധിക്കുക എന്നല്ല അർത്ഥം കേട്ടോ. പല ആളുകളും ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബമായി ദൈവത്തെ ആരാധിക്കുമെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. സേവനവും ആരാധനയും രണ്ടും രണ്ടാണ്. സേവനം എന്ന് പറയുന്നത് ജോലി ചെയ്യുകയാണ്, ദാസ്യവൃത്തിയാണ്. ഒരു രാജ്യത്തെ സേവിക്കുക, ഒരു വ്യക്തിയെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ചെയ്യുക എന്നാണ്. നോക്കുക, പൗലോസ് അപ്പോസ്തലൻ അത് പറയുന്നത് വായിച്ചാട്ടെ, നമുക്ക് വായിക്കാം. 1 തെസ്സലോനിക്കർ 1:9. 1 തെസ്സലോനിക്കർ 1:9. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നതിനുമായി യേശു സ്വർഗത്തിൽ നിന്ന് വരുന്ന കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞുവെന്നും അവർ തന്നെ പറയുന്നു. ഈ വാക്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ വിടുക കേട്ടോ. ഞാൻ ഒരിക്കലും എക്സാഗ്രേറ്റ് ചെയ്ത ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല, പറയത്തുമില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു വ്യക്തിയുടെ രൂപാന്തരത്തിന്റെ അടിസ്ഥാന കല്ലാണ് ഈ വചനം. കണ്ടോ? തെസ്സലോനിക്കരെ കുറിച്ച് പൗലോസ് പറയാം, നിങ്ങളെ വിഗ്രഹങ്ങളെ വിട്ടു. എങ്ങോട്ട് തിരിഞ്ഞു? ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. എന്തിന്? ജീവനുള്ള സത്യ ദൈവത്തെ. അവിടെ ജീവനുള്ള ദൈവം എന്ന് മാത്രമല്ല, അതിനിടയ്ക്ക് ഒരു വാക്കൂടെ കയറ്റി വെച്ച്, എന്താ? ജീവനുള്ള സത്യ ദൈവത്തെ സേവിക്കുക. 24 മണിക്കൂറും കർത്താവിനെ സേവിക്കുക. നമ്മുടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ നമ്മുടെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം ഈ ജീവനുള്ള ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ്. ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന രൂപാന്തരത്തെ വ്യക്തമാക്കുന്ന തിരുവഴുത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണ് ഈ 9-ാം വാക്യം. മലയാളത്തിൽ 9, ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയേ 2-10-ാം വാക്യം വരെ ഉണ്ട്. എന്നാൽ കണ്ടൻസിൽ ഉള്ളടക്കത്തിൽ യാതൊരു വ്യത്യാസമില്ല. ഞാൻ വിടുകയാണ് അവിടുന്ന്. അപ്പം ദൈവത്തെ സേവിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ദ ബിലീവേഴ്സ് സർവീസ്, ദൈവമക്കളുടെ സർവീസിനോട് ബന്ധപ്പെടുത്തി പറയുകയാണ് ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുക. ഇനി 6-ാമതായി വിശ്വാസിയുടെ വേർപാടിനോട് ബന്ധപ്പെടുത്തി ദ ബിലീവേഴ്സ് ഡിപ്പാർട്ടിങ്, വിട്ടുപോരുക, അതിനോട് ബന്ധപ്പെടുത്തി ജീവനുള്ള ദൈവം എന്നുള്ള പ്രയോഗം കാണാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. 3-ാം അധ്യായം 12-ാം വാക്യം എന്താ? എബ്രായർ 3:12. സഹോദരന്മാരെ, ജീവനുള്ള സത്യദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. ഞാൻ ഈ വാക്യം വായിച്ചു വിടുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല എന്ത്? ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയരുത്. ഇതാരോട് ബന്ധപ്പെടുത്തിയ ഇത് പറയുന്നതെന്നറിയാമോ? മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് കനാനിലേക്ക് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പറയുകയാണ്. അവർക്ക് എന്താ സംഭവിച്ചത്? അവരിൽ നല്ലൊരു പങ്ക് എന്ത് ചെയ്തു? പുറപ്പെട്ടവരിൽ 2 പേരൊഴികെ ബാക്കി ലക്ഷോപലക്ഷം എന്ത് ചെയ്തു? മരുഭൂമിയിൽ ശവങ്ങളായി വീണു. എന്തുകൊണ്ട്? ചോദ്യത്തിന്റെ ഉത്തരം എന്താ? ജീവനുള്ള സത്യ ദൈവത്തെ അവർ ത്യജിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കരുത്. ഇങ്ങനെ ദൈവത്തെ വിട്ടുപോകുക എന്നുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. 7-ാമതായി ഒരു വചനം കൂടെ
10-ാം അധ്യായം, എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. എബ്രായർ 10:31 എന്താ? ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ന്യായവിധിയോട് ബന്ധപ്പെടുത്തിയാവും കേട്ടോ. 7 മാനങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. വളരെ ശ്രദ്ധിക്കുക. ഈ വചനങ്ങളൊക്കെ തന്നെ നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്, നമ്മളെ അത് ഉപദേശിക്കുന്നുണ്ട്, ചില കാര്യങ്ങളിൽ ശാസന നൽകുന്നുണ്ട്, ചില കാര്യങ്ങളിൽ വാണിംഗ് നൽകുന്നുണ്ട്. ഇതെല്ലാം ജീവനുള്ള ദൈവത്തോട് ബന്ധപ്പെടുത്തിയ. ഇവിടെ കർത്താവ് അവസാനിപ്പിക്കുമ്പോൾ ഈ ഭാഗം ശിഷ്യന്മാരുമായി സംസാരിച്ച് കർത്താവ് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തെ പഠനത്തിൽ 60 മുതലുള്ള വാക്യങ്ങളിലെ പഠനത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു വസ്തുത കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താ? പത്രോസിന്റെ ഈ ഏറ്റുപറച്ചിൽ കർത്താവ് കേട്ട് കഴിഞ്ഞിട്ടും പലരെയും കാണുന്നില്ല. പത്രോസിന്റെ ഈ ഏറ്റുപറച്ചിൽ കർത്താവ് കേട്ട് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 70 മുതൽ 72 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് അങ്ങ് വായിക്കാം. എന്താ? യേശു അവരോട്, ഞാൻ തന്നെ വായിക്കാം. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുവൻ പിശാചാകും എന്നുത്തരം പറഞ്ഞു. ഇത് അവൻ ശീമോൻ ഇസ്കരിയോത്താവിന്റെ മകനായ യൂദയെക്കുറിച്ച് പറഞ്ഞു. ഇവൻ 12 ഒരുത്തനെങ്കിലും അവനെ കാണിച്ചു കൊടുക്കുവാനുള്ളവൻ ആയിരുന്നു. നോക്കണം, കർത്താവ് അവരോട് യൂദയെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ ഈ ഭാഗം ഒന്ന് എൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. എന്താ ഈ ഭാഗത്തിന്റെ ഒരു സവിശേഷത എന്നറിയാമോ? ബാക്കി 70 പേര് പോയല്ലോ, ഇപ്പൊ കൂടെ എത്ര പേരാ ഉള്ളത്? 12 പേരാ ഉള്ളത്. ഈ 12 പേരിലും ഒരുത്തൻ ആരാ? പിശാചാണ്. കേട്ടോ? നമ്മൾ ഈ ഭാഗം വായിച്ചുമ്പോ അരിച്ചു പെറുക്കിയെടുത്ത 12 എണ്ണമാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അതിലും ഒരുത്തൻ ആരാണ്? മുകളിലൊക്കെ നമ്മളത് വായിച്ചു. ഇനി നമ്മൾ അത് വായിക്കും. തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആര് എന്ന് അറിഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗം ഒന്ന് നോക്കണേ. അവിടെ 70-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. എന്നിട്ട് അവിടെ ചുവന്ന മഷിക്ക് ഒരു വൃത്തത്തിനുള്ളിലാക്കേണ്ട ഒരു പ്രയോഗമുണ്ട്. ഞാൻ 12 പേരെ അല്ലയോ? അടുത്ത വാക്കെന്താ? തെരഞ്ഞെടുത്തത്. ഞാൻ മിണ്ടാതിരിക്കുന്നതിന്റെ ഗൗരവം, എന്റെ ഗൗരവം കൊണ്ടാ മിണ്ടായിരുന്നു. 12 പേരെ അല്ലോ ഞാന് തെരഞ്ഞെടുത്തത്. 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? ഞാൻ 12 പേരെ തെരഞ്ഞെടുത്തു. അതിനകത്ത് ഒരുത്തനെ കൂടെ തെരഞ്ഞെടുത്തു. കേട്ടോ? ശ്രദ്ധിക്കണേ. കർത്താവ് ശീമോൻ പത്രോസിനെയും അന്ത്രയാസിനെയും യോഹന്നാനെയും യാക്കോബിനെയും ഒക്കെ തെരഞ്ഞെടുത്തതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് ആര്? യൂദ.
കർത്താവിന് അബദ്ധം പറ്റിയതാണോ? അയ്യോ, എനിക്ക് നിന്റെ വചനങ്ങളെല്ലാം ധരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവ് ഇവനെ തെരഞ്ഞെടുത്ത കാര്യം പറയുന്നത് ലൂക്കോസ് 6:13 കേട്ടോ. അവിടെ കർത്താവ് 12 പേരെ തെരഞ്ഞെടുത്തു, അവർക്ക് അപ്പസ്തലന്മാരെന്ന് പേരിട്ടു എന്ന് പറയുന്ന ഭാഗത്ത് 16 വാക്യം നോക്കിയേ. ലൂക്കോസ് 6:16 വാക്യം അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. യാക്കോബിന്റെ സഹോദരനായ യൂദ, ദ്രോഹിയായി തീർന്ന ഇസ്കറിയാത്തോ യൂദ എന്നിവർ തന്നെ. ദ്രോഹിയായി തീർന്ന ഇസ്കരിയോത്ത് യൂദ. കണ്ടോ, 12 പേരെ തെരഞ്ഞെടുത്തു. അവർക്ക് ഏത് പേരായിട്ടത്? അപ്പസ്തലന്മാരെന്ന് പേരിട്ടു. അപ്പൊ ഇയാളുടെ പേരെന്താ? ഇയാളുടെ പേര് അപ്പസ്തലൻ എന്നാണ്. ആരുടെ? യൂദ ഇസ്കരിയോത്തിന്റെ പേരും എന്താ? അപ്പസ്തലൻ എന്നാണ്. കർത്താവ് തെരഞ്ഞെടുത്തവനാണ്. 12 പേരിൽ ഒരുവനാണ്. ഇനിയും കർത്താവിന്റെ പ്രാർത്ഥനയിൽ ദ്രോഹിയായി തീർന്നവൻ എന്നാണ് ലൂക്കോസിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ പ്രാർത്ഥനയിൽ കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാമോ? യോഹന്നാൻ 17:12. യോഹന്നാൻ 17:12 പെട്ടെന്ന് എടുത്തു വായിക്കണേ. അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. ഇപ്പൊ രണ്ടാമതൊരു പേര് അവന് വന്നുകൊണ്ടോ. ഒന്ന് ദ്രോഹിയായി തീർന്നവൻ, 2 എന്താ? നാശയോഗ്യൻ. അവനെ തെരഞ്ഞെടുത്തു. 12 ഒരുത്തനായി തെരഞ്ഞെടുത്തു. അവൻ അപ്പസ്തലനെന്ന് പേരിട്ടു. ഇനി നോക്കുക, നമ്മുടെ പഠന ഭാഗത്തേക്ക് വന്നേ. 6:70. ഇവിടെ അവനുള്ള പേരെന്താന്ന് നോക്കിയേ. 1 ദ്രോഹി, 2 നാശയോഗ്യൻ, 3 എന്താ? നിങ്ങളിൽ ഒരുത്തൻ ആരാ? പിശാചാണ്. കർത്താവ് ഒരുത്തന് പിശാചാണെന്ന് അറിഞ്ഞുകൊണ്ട് അവനെ തെരഞ്ഞെടുത്ത ആ പിശാചിന് അപ്പസ്തലൻ എന്ന് പേരിട്ടെന്ന്. കണ്ടോ? തിരുവെഴുത്ത് കണ്ടോ? വളരെ ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ട ഒരു വചനമാണിത്. ഇനിയും 13 അധ്യായത്തിന്റെ 27 വാക്യത്തില്, 13 അധ്യായം യോഹന്നാൻ 13 അധ്യായത്തിന്റെ 27 വാക്യത്തിൽ നമ്മൾ മുന്നോട്ട് വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. ആ ഭാഗം മറിക്കരുത്. നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യാൻ പറഞ്ഞു. കർത്താവ് തെരഞ്ഞെടുത്തു. അപ്പസ്തലന്മാരിൽ ഒരുവനായി. 12 പേരിൽ ഒരുത്തനാണ്. അപ്പസ്തലന്മാരിൽ ഒരുത്തനാണ്. ഇവൻ ദ്രോഹിയാണെന്നും ഇവൻ നാശയോഗ്യനാണെന്നും ഇവൻ പിശാചാണെന്നും ഈ കമ്മ്യൂണിറ്റിയിൽ, ഈ കൊച്ചു കമ്മ്യൂണിറ്റിയിൽ ഒരൊറ്റയാളിനെ അറിയാമായിരുന്നു. ആർക്കാ? ആ 13:28 വായിച്ച ബ്രദറെ. എന്നാൽ ഇത് ഇന്നതിനെ കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിലിരുന്നവരിൽ ആരും അറിഞ്ഞില്ല. എഴുന്നേറ്റ് പോവാം, നീ ചെയ്യാനുള്ള വേഗത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ എന്താ? പന്തിയിലിരുന്നവർ അറിഞ്ഞില്ല. അവിടെ നിർത്തരുത്. എന്താ? പണസഞ്ചി യൂദയുടെ പക്കലാകയാൽ പെരുന്നാളിന് വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ. നീ ചെയ്യാനുള്ള കാര്യം പോയി ചെയ്യടാവൂ എന്ന് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്തോ? ഈ പെരുന്നാളല്ലേ, ഏതാ? പെസഹ പെരുന്നാളല്ലേ? അതിന് വല്ലതും വാങ്ങിക്കാൻ യൂദായെ ചുമതലപ്പെടുത്തി കാണും. അതിന് പറഞ്ഞയച്ചതാണ് എന്നാണ് ആ പാവങ്ങൾ വിചാരിച്ചത്. അവർക്കറിയത്തില്ലായിരുന്നു ഈ കൂട്ടത്തിലുള്ളവൻ ചെകുത്താനാണെന്ന്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേച്ച്
പിന്നെ നമ്മുടെ ക്ലാസിന്റെ ആ സമാപനത്തിലേക്ക് വരാം. എന്താ ഇങ്ങനെ കുറെ ആളുകൾ കൂട്ടത്തിൽ പാട്ടും ഹല്ലേലൂയായും സ്തോത്രവും ഒക്കെയായിട്ട് തുടരുന്നുണ്ട്. കേട്ടോ, വളരെ കൃത്യമായി ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു സത്യമുണ്ട്. ശിഷ്യനുണ്ട്, കർത്താവിന്റെ ശിഷ്യനുണ്ട്, കപട ശിഷ്യനുണ്ട്. ശിഷ്യന്മാരുണ്ട്, പിന്മാറിപ്പോകുന്ന ശിഷ്യന്മാരുണ്ട്. ബുദ്ധി കൊണ്ട് വിശ്വസിക്കുന്നവരുണ്ട്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവരുണ്ട്. ബുദ്ധി കൊണ്ട് കർത്താവിനെ സേവിക്കുന്നവരുണ്ട്, ഹൃദയംഗമമായി ദൈവത്തെ സേവിക്കുന്നവരുണ്ട്, കർത്താവിനെ സേവിക്കുന്നവരുണ്ട്. ഞാൻ വ്യക്തമാക്കട്ടെ പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്ത് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പസ്തലന്മാരുണ്ട്, കള്ള അപ്പസ്തലന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്, ദുരുപദേഷ്ടാക്കന്മാരുണ്ട്, വേലക്കാരുണ്ട്, കപടവേലക്കാരുണ്ട്. കേട്ടോ, ക്രിസ്തു ഉണ്ട്, എതിർ ക്രിസ്തുക്കളുണ്ട്. ഇതെല്ലാം വേറെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പക്ഷേ സമയത്ത് മാത്രമേ ഇത് വെളിപ്പെട്ടു വരികയുള്ളൂ. സമയത്താണ് ഇത് വെളിപ്പെടുന്നത്. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് ഞാനിപ്പോ അങ്ങ് പരിഹരിക്കാൻ ശ്രമിക്കുക. ഇവനെ എന്തിനാണ് കർത്താവ് പിശാചാണെന്നറിഞ്ഞിട്ടും 12 പേരിൽ ഒരുവനാക്കി? എന്തുകൊണ്ട് ഇവന് അപ്പസ്തലൻ എന്ന് പേരിട്ടു? 64 വാക്യം നമ്മുടെ പഠനഭാഗം, യോഹന്നാൻ 6:64. കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് എന്താ? എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു. അടുത്ത വാചകം അന്വേഷിയത് പറയുന്നേ, യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതെന്നറിഞ്ഞെന്ന തെരഞ്ഞെടുത്തപ്പോഴല്ല, ഇവൻ ജനിച്ചപ്പോഴല്ല, പിന്നെ അനാദിയിൽ അറിഞ്ഞിരുന്നു. അനാദിയിൽ അറിഞ്ഞു ഇവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന്. ചെല്ലു പറയും, പ്രവാചകന്മാർ എഴുതിയിട്ടത് കൊണ്ട് യേശു തെരഞ്ഞെടുത്തതെന്നല്ല. യേശു ഇവനെ തെരഞ്ഞെടുത്തത് പ്രവാചകന്മാർ പഴയ നിയമത്തിൽ പ്രവചിച്ചത് കൊണ്ടല്ല, പിന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ. തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇവനാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആണ് കർത്താവ് തെരഞ്ഞെടുത്തത്. എന്നിട്ടാണ് പ്രവാചകനോട് പറഞ്ഞത് ഇവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞത്. എന്തിന് ഇവനെ തെരഞ്ഞെടുത്തു? അപ്പസ്തലൻ എന്ന് പേരിട്ടു. പ്രിയമുള്ളവരെ, ഞാൻ വളരെ എളിമയോടെ പറയട്ടെ, ന്യായവിധി ദിവസത്തിൽ ഏറ്റവും അധികം അനുദപിക്കാൻ പോകുന്ന വ്യക്തി യൂദയാണ്. അന്ത്യന്യായവിധിയുടെ സന്ദർഭത്തിൽ. ഏതാണ് അന്ത്യന്യായവിധി? വെളിപാട് പുസ്തകം 20:11 മുതലുള്ള വാക്യങ്ങളിൽ. കേട്ടോ, എന്താ? ജീവപുസ്തകത്തിൽ ഇവന്റെ പേരില്ല, തെരഞ്ഞെടുക്കപ്പെട്ട 12 എണ്ണത്തിൽ ഇവന്റെ പേരുണ്ട്. പക്ഷേ ജീവന്റെ പുസ്തകത്തിൽ ഇവന്റെ പേരില്ലായിരുന്നു. എന്താ കാരണം? ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തതിന്റെ കാരണം എന്താ? യേശു ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചവൻ ഏറ്റുപറഞ്ഞിരുന്നില്ല.
അവന്റെ ബുദ്ധി കൊണ്ടാണ് അവൻ യേശു കർത്താവിനെ ഏറ്റുപറഞ്ഞത്. ഞാനൊരു വാക്ക് പറയട്ടെ. ഞാനത് പഠിച്ചത് ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ എഴുതിയ ഗ്രന്ഥത്തിൽ നിന്നാണ്. അത് വായിച്ച് ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞുപോയി. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ന്യായം വിധിച്ച് ഈ പുസ്തകത്തിൽ പേരില്ലാത്ത രക്ഷിക്കപ്പെടാത്തവരെ തീപ്പൊയ്കയിലേക്ക് ദൂതന്മാർ തള്ളിയിടുമ്പോൾ മനസ്സോട് ആരും പോവുകയില്ല. തള്ളിയിടുമ്പോൾ ആ പോകുന്നതിന് മുമ്പ്, ആ ന്യായവിധിയിലേക്ക് വീഴുന്നതിന് മുമ്പ് എല്ലാ വ്യക്തികളും അലറി വിളിച്ച് ഒരു വാചകം പറഞ്ഞിട്ടേ അവർ പോകും. എന്നെ യേശു സ്നേഹിക്കാഞ്ഞത് കൊണ്ടല്ല, എനിക്ക് വേണ്ടി യേശു മരിക്കാഞ്ഞത് കൊണ്ടല്ല, യേശുവിന്റെ കൃപ എന്നോട് കാണിക്കാഞ്ഞത് കൊണ്ടല്ല, യേശു എന്നെ തെരഞ്ഞെടുക്കാഞ്ഞത് കൊണ്ടല്ല, മറിച്ച് ഞാൻ അവൻ എന്റെ കർത്താവാക്കി ജീവിത സിംഹാസനത്തിൽ രാജാവാക്കാഞ്ഞത് കൊണ്ടാണ് ഞാൻ നരകത്തിലേക്ക് പോകുന്നത്. ഞാനിങ്ങനെ പറയട്ടെ, ഏറ്റവും അധികം ഉച്ചത്തിൽ, ഈ ദിഗന്ധങ്ങൾ മുഴങ്ങുമാറുച്ചത്തിൽ ഏറ്റവും അധികം അലറിക്കരയുന്ന വ്യക്തി യൂദായിരിക്കും. അന്നവൻ തൂങ്ങിച്ചാങ്ങാതെ പോയപ്പോ അലറിക്കരഞ്ഞതുപോലെയല്ല. എന്റെ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തു, എന്റെ കർത്താവ് 12 ഒരുവനായി എന്നെ എണ്ണി എനിക്ക് അപ്പസ്തലൻ എന്ന പേര് തന്നു. എന്റെ കയ്യിലായിരുന്നു പണസഞ്ചി ഏൽപ്പിച്ചത്. എന്റെ കൂടുണ്ടായിരുന്നവരെല്ലാം ഒരിക്കലും എന്നെ സംശയിച്ചിട്ടില്ല. എന്നാൽ ഞാൻ സകലരെയും വഞ്ചിച്ചു. എന്നെ പോലെ അരിഷ്ടനായ മനുഷ്യൻ വേറെയില്ല. ഈ നരകത്തിന് എന്നെ പോലെ, അതാണ് നാശയോഗ്യൻ, ഈ നരകത്തിന് എന്നെ പോലെ യോഗ്യനായ ഒരു മനുഷ്യൻ ലോക ചരിത്രത്തിൽ വേറെ ഇല്ല. ഇത് പറഞ്ഞിട്ടായിരിക്കും അവൻ നരകത്തിലേക്ക് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് വ്യക്തമാക്കുകയാണ്, ഈ 12 ഒരുത്തൻ പിശാചാണ്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഈ പത്രോസ് എന്ന് പറഞ്ഞ പാവപ്പെട്ടവൻ, അക്കൂടെയുള്ള അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവരെല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ബാക്കി 11 പേരും പാവപ്പെട്ടവരെല്ലാവരും. അവരെ കുറിച്ച് നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച്. അവർക്ക് ഒത്തിരി ബലഹീനതകൾ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു ഇല്ലേ? ഒരു ബലഹീന നിമിഷത്തിൽ ഞാൻ അവനെ അറിയുന്നില്ല. നമ്മള് മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ വായിക്കുന്ന ഒരു വചനം, 27-ാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ വചനം ഇങ്ങനെ: എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. കേട്ടോ, യൂദാ മാത്രമല്ല, എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. നല്ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. യൂദയും അവരും തമ്മിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. യൂദായുടെ അത്രയും ബുദ്ധിയൊന്നും ആ പാവങ്ങൾക്കില്ലായിരുന്നു. പക്ഷേ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ യേശുവിന് അവരിടം നൽകിയിരുന്നു. കേട്ടോ, അവർ കരഞ്ഞു, പുറത്തുപോയി ചങ്കുപൊട്ടി കൈപ്പോടെ പത്രോസ് കരഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 51-ാം സങ്കീർത്തനം: ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ല.
ആയിരക്കണക്കിന് യാഗമർപ്പിച്ചാലും എന്തൊക്കെ സ്വർഗത്തിലെ ദൈവത്തിന് കൊടുത്താലും ദൈവം പ്രസാദിക്കുമെന്ന് ആരും വിചാരിക്കരുത്. പക്ഷേ ദൈവം അലിയുന്നത്, ദൈവം പ്രസാദിക്കുന്ന യാഗം നുറുങ്ങിയുള്ള ഹൃദയമാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അനുതാപത്തോടെ വരുന്ന ഒരു വ്യക്തിയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യൂദ അനുതപിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും അവൻ കർത്താവിങ്കിലേക്ക് ഒരിക്കലും മടങ്ങി വന്നില്ല. അതിനവൻ അവസരം വിനിയോഗിച്ചില്ല. അങ്ങനെ അവസരം വിനിയോഗിച്ചിരുന്നെങ്കിൽ അത് തിരുവഴുത്തിൽ രേഖപ്പെടുത്തുക മാത്രമല്ല, പത്രോസിനെ പോലെ തന്നെ അവനെ കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. അവൻ എന്താ ചെയ്തത്? കണ്ണീരോടെ കരഞ്ഞു, കയ്പോടെ കരഞ്ഞു, അലറി വിളിച്ച് കരഞ്ഞു. അവൻ ആത്മഹത്യ ചെയ്തു. ക്രൂശിങ്കൽ വന്നില്ല, കർത്താവിന്റെ അടുക്കൽ വന്നില്ല. ഇതാണ് ഏറ്റവും അപകടകരമായ ഒരു വ്യക്തിയുടെ അന്ത്യം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്, ഈ 6-ാം അധ്യായത്തിലെ ഏറ്റവും, ഈ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള, ഏറ്റവും ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അധ്യായമാണ് ഈ 6-ാം അധ്യായം. നമ്മൾ ഇതുവരെ ഒരു പരിധി വരെയെങ്കിലും, പൂർണ്ണമായിട്ട് എല്ലാവർക്കും അതെല്ലാം മനസ്സിലാക്കി തരാൻ കഴിഞ്ഞു എന്നെനിക്ക് അവകാശവാദം ചെയ്യാൻ കഴിയില്ല. ഏകദേശം ഒരു ധാരണ നമ്മൾക്ക് ഈ അധ്യായത്തെ കുറിച്ചുണ്ടായ, ഈ പഠിച്ചതിൽ നിന്ന് ഇതിന്റെ അന്ത്യത്തിലെ കാര്യം അതാണ് നാം പ്രധാനമായിട്ട് നമ്മൾ എവിടെയാണ്, ഏത് ചേരിയിലാണ്. കർത്താവിനെ അറിഞ്ഞു, ശിഷ്യന്മാരായി, നമ്മുടെ താല്പര്യത്തിനനുസൃതമായി ഉള്ള കാര്യമല്ല കർത്താവ് പറയുന്നതെങ്കിൽ പിന്മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അതോ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ, വചനം കർത്താവിന്റെ പക്കലുണ്ട്, കർത്താവിനോട് ചേർന്ന് നിൽക്കാനാണ്. നമ്മളിവിടെ ഒരു തീരുമാനത്തിലേക്ക്, തെരഞ്ഞെടുപ്പിലേക്ക് നമ്മളെ ആത്മപരിശോധന ചെയ്ത് നമ്മൾ ഏത് ചേരിയിലാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു സമയമാണ്, സന്ദർഭമാണ് ദൈവാത്മാവ് നമ്മൾക്ക് തരുന്നത്. അത് പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.